Good morning, students. Alternative series മറ്റൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. പ്രോബ്ലം ഇതാണ്. 1 minus 1 by 5 plus 1 by 9 minus 1 by 13 plus etc. ഇതാണ്. അപ്പൊ ഇതിൽ നിന്ന് ആദ്യം നമുക്ക് ജനറൽ ടൈം കണ്ടുപിടിക്കണം. ജനറൽ ടൈം കണ്ടുപിടിക്കാനായിട്ട് ന്യൂമറേറ്ററിലെ ഫസ്റ്റ് ടൈം പ്ലസ് ആണ്, സെക്കൻഡ് ടൈം -1 ആണ്. അപ്പോ ഫസ്റ്റ് ന്യൂമറേറ്ററിൽ നമുക്ക് എന്തായിരിക്കും? സിഗ്മ k equal to 1 to infinity minus 1 raised to k plus 1 ആയിരിക്കും. അപ്പൊ kക്ക് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടൈം പ്ലസ് കിട്ടും. kക്ക് 2 കൊടുക്കുമ്പോൾ സെക്കൻഡ് ടൈം മൈനസ് കിട്ടും. 3 കൊടുക്കുമ്പോൾ നമുക്ക് പ്ലസ് കിട്ടും. അപ്പോ ആൾട്ടർനേറ്റീവ്ലി പ്ലസ് ആൻഡ് മൈനസ് വരും. ഇനി താഴെയുള്ള ടൈം കണ്ടുപിടിക്കണം. ഈ താഴെയുള്ള ടൈം കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ 1 by 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് താഴെ 1 ആണ്. 1 5 9 x3 ആണ്. അപ്പൊ നമുക്ക് 1 5 9 13 എക്സെട്ര എന്നുള്ളൊരു സീരീസ് ആണ് കിട്ടുന്നത്. ഈ സീരീസ് എന്ത് സീരീസ് ആണ്? ഇതൊരു അരിത്തമെറ്റിക് സീരീസ് ആണ്. അരിത്തമെറ്റിക് സീരീസിന്റെ ഫസ്റ്റ് ടൈം എന്താണ്? 1 ആണ്. കോമൺ ഡിഫറൻസ് എന്താണ്? കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ nth ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? an equal to a plus n minus 1 into d. അപ്പൊ a എന്ന് പറയുന്നത് എത്രയാണ്? 1 plus n minus 1 into d എത്രയാണ്? 4 ആണ്. അപ്പൊ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 1 plus 4n minus 4 that is equal to 4n minus 3. അപ്പൊ a എന്നുള്ള എന്താ കിട്ടുന്നത്? 4n minus 3 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കൊടുക്കാം? ഇവിടെ n-ന്റെ സ്ഥാനത്ത് k കൊടുക്കുമ്പോൾ 4k minus 3 ഉണ്ട്. അപ്പൊ ഇവിടെ ജനറൽ ടൈം നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിച്ചത്. എങ്ങനെയാണ് കണ്ടുപിടിച്ചത് ജനറൽ ടൈം? ഇവിടെ നമുക്ക് താഴെ 1 5 9 13 എക്സെട്ര. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ സീരീസ് ഇവിടെ പുറത്തേക്ക് എടുത്ത് എഴുതാം. 1 5 9 13 എക്സെട്ര. ഇതൊരു അരിത്തമെറ്റിക് സീരീസ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ഫസ്റ്റ് ടൈം എന്താണ്? 1 ആണ്. കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് nth ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? a plus n minus 1 into d ആണ്. a plus n minus 1 into d. ആ ഫോർമുലയിൽ എക്ക് 1 കൊടുത്തു, n minus 1 into ഡിക്ക് നമ്മൾ 4 കൊടുത്തു. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 1 plus 4n minus 4 വരും. അപ്പൊ 4n minus 3 വരും. അപ്പൊ a എന്ന് പറഞ്ഞാൽ എന്താണ്? 4n minus 3. ഇവിടെ നമുക്ക് ak ആവുമ്പോൾ എന്ത് വരും? 4k. ak എന്ന് എടുക്കുമ്പോൾ ak kth ടൈം ആണെങ്കിൽ 4k minus 3. അപ്പൊ അങ്ങനെ നമ്മൾ ജനറൽ ടൈമുകൾ കണ്ടുപിടിച്ചു. സിഗ്മ k equal to 1 to infinity minus 1 raised to k plus 1 by 4k minus 3. ഇതെന്ത് സീരീസ് ആണ്? അൾട്ടർനേറ്റീവ് സീരീസ് ആണ്. അപ്പൊ അതിൽ ആദ്യം uk എഴുതുക. എന്താണ് uk? 1 by 4k minus 3. uk plus 1 എന്താണ്? uk plus 1 എന്ന് പറഞ്ഞാൽ 1 by 4 into k യുടെ സ്ഥാനത്ത് k plus 1 കൊടുക്കുക minus 3. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയെന്ന് നോക്കിയും 1 by 4k plus 4 minus 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 by 4k plus 1. 1 by 4k plus 1 ആണ് കിട്ടുന്നത് കേട്ടോ. 1 by 4k plus 1. ഇനി ഇതിൽ ആരാണ് വലുത്? uk plus 1 ആണോ വലുത്? uk ആണോ വലുത് നോക്കണം. അപ്പൊ uk-യും uk plus 1 എടുത്ത് എഴുതുകയാണ്. uk plus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by 4k plus 1 ആണ്. uk എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by 4k minus 3 ആണ്. അപ്പൊ നമ്മൾ kക്ക് ഏത് വാല്യൂ കൊടുക്കണം? kക്ക് നമ്മൾ 1 കൊടുക്കാം. 1 കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത്? 4 4 5 1 by 5 വരും. ഇവിടെ നമുക്ക് kക്ക് 1 കൊടുക്കുമ്പോൾ 4 4 4 minus 3 3 1 വരും. അപ്പൊ 1 by 5 നമുക്ക് ഒരു വാല്യൂ uk plus 1 എന്നുള്ളത് 1 by 5 കിട്ടി. uk എന്നുള്ളത് 1 കിട്ടി. therefore uk plus 1 less than uk. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തു. uk plus 1 എന്നുള്ളത് ലെസ് ദാൻ uk എന്നുള്ളതാ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് k tends to infinity uk. അതായത് ലിമിറ്റ് k tends to infinity uk എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ uk എന്ന് പറയുന്നത് 1 by 4k minus 3. 1 by 4k minus 3 ആണ്. ഇവിടെ നമുക്ക് kക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് എന്തുവരെ സംഭവിക്കും? ഈ വാല്യൂ 0 ആയി പോകും. therefore രണ്ടാമത്തെ കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്തു, സാറ്റിസ്ഫൈ ചെയ്തു. therefore both the conditions are satisfied. Both the conditions are satisfied. Therefore series sigma k equal to 1 to infinity minus 1 raised to k plus 1 by 4k minus 3 is convergence. അങ്ങനെയാണ് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ kth ടൈം നമ്മൾ കണ്ടുപിടിക്കണം. kth ടൈം നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ച്? താഴെയുള്ളത് നമ്മളൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് മനസ്സിലായി, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് മനസ്സിലായി. അതിൽ നിന്ന് nth ടൈം നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് നമുക്ക് 4n minus 3 ഇവിടെ ak എന്നുള്ളത് 4k minus 3 കിട്ടിയത്. ന്യൂമറേറ്ററിൽ -1 raised to k plus 1 തന്നെ.
എന്നിട്ട് അതിൽ എന്ത് ചെയ്തു? UK-യും UK+1 കണ്ടുപിടിച്ചു. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ UK+1 ലെസ് ദാൻ UK എന്ന് കിട്ടി. UK+1ന്റെ വാല്യൂ 1/5 ആണ്. when we put k is equal to 1 and UK-യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ UK+1 ലെസ് ദാൻ UK ആണ്. ഫസ്റ്റ് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തു. രണ്ടാമത്തെ കണ്ടീഷൻ k ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്തു. ഇൻഫിനിറ്റി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 0 എന്ന് കിട്ടി. both the conditions are satisfied. Therefore, by using Leibnitz test or alternative series test, the given series is convergence. എല്ലാം കൃത്യമായിട്ട് എഴുതിയെടുക്കാം, ചെയ്ത് പഠിക്കാം കേട്ടോ.